Hi all, welcome to Competitive Cracker. ഞാൻ ചിക്കുമോൻ ഫിലിപ്പ്. അപ്പോൾ നമ്മുടെ CSEBയുടെ പുതിയ നോട്ടിഫിക്കേഷൻ വന്നു. 250-ലധികം ഒഴിവുകളുമായിട്ടാണ് CSEBയുടെ നോട്ടിഫിക്കേഷൻ വന്നത്. അപ്പം നമുക്ക് ഈ പുതിയ നോട്ടിഫിക്കേഷൻ വന്നപ്പോൾ നമ്മുടെ ബാങ്കുകളെ ക്ലർക്കിന്റെ നോട്ടിഫിക്കേഷൻ കണ്ടപ്പോൾ തന്നെ എന്താണ്, ബാങ്കുകളെ 3ആയിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടാണ് നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾ എന്താണ് സൂപ്പർ ഗ്രേഡ് ബാങ്കുകൾ എന്ന് കഴിഞ്ഞൊരു വീഡിയോയിൽ നോക്കിയിരുന്നു. അപ്പോൾ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് സ്പെഷ്യൽ ഗ്രേഡ് ക്ലാസ് 1 ബാങ്കുകളെ കുറിച്ച് പറയാനായിട്ടാണ്. 16/2025 നോട്ടിഫിക്കേഷൻ പ്രകാരം നമുക്ക് 150ഓളം ഒഴിവുകളാണ് നമ്മുടെ സ്പെഷ്യൽ ഗ്രേഡ് ക്ലാസ് 1 ബാങ്കുകളിലേക്ക് വന്നിരിക്കുന്നത്. അപ്പൊ ഇത് നമ്മളെ സംബന്ധിച്ച് വളരെ വലിയൊരു അവസരമാണ്. കാരണം 3 എക്സാം ഉണ്ടെന്നാണ് ചെയർമാൻ അറിയിച്ചിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ തന്നെ ഈ 3 എക്സാമിലേക്കും ഡിഫറെന്റ് ലെവലിലായിരിക്കും നമ്മുടെ എക്സാം വരിക. അതുകൊണ്ട് തന്നെ കട്ട് ഓഫ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റം വരുന്നതുകൊണ്ട് തന്നെ ഒരുപാട് ആളുകൾ ഈ ഒരു റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെടുവാനുള്ള സാധ്യതയുണ്ട്. കാരണം ആദ്യത്തെ എക്സാമിന് ടോപ്പ് വന്ന ആളുകൾ തന്നെ ആവണമെന്നില്ല രണ്ടാമത്തെ എക്സാമിന് ടോപ്പ് വരുന്നത്. അതുകൊണ്ട് നിങ്ങളുടെ അവസരങ്ങൾ കൂടിക്കൊണ്ടിരിക്കുകയാണ്. അതനുസരിച്ച് നിങ്ങൾക്ക് എന്താണ്, നേരത്തെ ഒരൊറ്റ എക്സാമേ നിങ്ങൾക്ക് മുൻപിൽ ഉണ്ടായിരുന്നുള്ളൂ. അതായത് നിങ്ങൾക്ക് ഒരൊറ്റ വാതിലേ നിങ്ങൾക്ക് ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പം നിങ്ങൾക്ക് മുൻപിൽ 3 വാതിലുകളുണ്ട്. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഏത് ബാങ്കിലേക്കാണ് നിങ്ങൾ അപ്ലൈ ചെയ്യേണ്ടതൊക്കെ നിങ്ങൾക്ക് സംശയമുണ്ട് അല്ലേ? അപ്പോൾ ഇതിനൊക്കെ ഒരു മറുപടി ആയിട്ടാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ വന്നിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു 3 കാറ്റഗറിയിലേക്ക് നമുക്ക് സൂപ്പർ ഗ്രേഡ്, സ്പെഷ്യൽ ഗ്രേഡ്, ഫസ്റ്റ് ക്ലാസ് ബാങ്കുകൾ, അങ്ങനെ സ്പെഷ്യൽ ഗ്രേഡ് ബാങ്കുകൾ, അങ്ങനെ 3 കാറ്റഗറിയിലേക്ക് നമുക്ക് അപ്ലൈ ചെയ്യുവാനായിട്ട് പറ്റും. വെക്കുന്ന കാറ്റഗറികളുടെ എണ്ണം അനുസരിച്ച് നമ്മുടെ ചാൻസ് കൂടുന്നതാണ്. അതുകൊണ്ട് തന്നെ അപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങൾ എല്ലാവരും ഈ ഒരു 3 കാറ്റഗറിയിലേക്കും അപ്ലൈ ചെയ്യുവാനായിട്ട് ശ്രമിക്കുക. ഇപ്പൊ നമ്മൾ ഇതിനെ ഒരു കമ്പയർ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ സൂപ്പർ ഗ്രേഡ് ബാങ്കുകളുമായി നമ്മുടെ സ്പെഷ്യൽ ഗ്രേഡ് ബാങ്കുകളെ കമ്പയർ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ എന്താണ് ബേസിക് പേയിൽ ചെറിയ ഒരു വ്യത്യാസമുണ്ട്. 16,890 രൂപ മുതൽ 43,660 രൂപ സ്കെയിൽ ഓഫ് പേ വരുന്ന ബാങ്കുകളാണ് നമ്മുടെ ഈ ഒരു കാറ്റഗറിയിൽ വരുന്നത്. ഇപ്പൊ ഇവിടെ തന്നെ നമുക്ക് നോക്കിയാൽ അറിയാം, SC/ST കാറ്റഗറിക്കും അതുപോലെ തന്നെ PH കാറ്റഗറിക്കും എന്തുണ്ട്, റിസർവേഷൻ ഉണ്ട്. വേറെ ഒരു കാറ്റഗറിക്ക് നമുക്ക് നിലവിൽ ഈ ഒരു റിസർവേഷൻ അവൈലബിൾ അല്ല. അപ്പൊ എല്ലാവരും തന്നെ എന്ത് ചെയ്യുക, ഈ ഒരു 3 കാറ്റഗറിയിലേക്ക് അപ്ലൈ ചെയ്യുക. അപ്ലൈ ചെയ്താൽ മാത്രം പോലെ എന്ത് വേണം, പഠിക്കുക കൂടി വേണം. നമ്മുടെ ഈ ഒരു കഴിഞ്ഞ എക്സാമിനെ മുൻനിർത്തി പറയുകയാണെങ്കിൽ ഒത്തിരി എന്താണ്, കുറച്ചധികം ടൈറ്റ് ആയ ഒരു കോമ്പറ്റീഷൻ നടക്കുന്നുണ്ട് എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. കാരണം കട്ട് ഓഫ് എന്താണ്, കൂടിക്കൊണ്ടിരിക്കുകയാണ്. പുതിയ പാറ്റേൺ ആയി, എക്സാം കുറച്ച് സിമ്പിൾ ആയിരുന്നു. അതുകൊണ്ട് തന്നെ എന്താണ്, കട്ട് ഓഫ് കൂടിയിട്ടുമുണ്ട്. അപ്പൊ നമ്മുടെ മുൻപിൽ 3 വാതിലുകൾ, 3 അവസരങ്ങൾ, അപ്പൊ ഇനി 3 പരീക്ഷകൾ. ഇനി നമ്മുടെ കയ്യിൽ ധാരാളം സമയമുണ്ട് പഠിക്കുവാനായിട്ട്. ഒട്ടും സമയം പാഴാക്കാതെ നമ്മൾ എന്ത് ചെയ്യണം, പഠിച്ചു തുടങ്ങേണ്ടതാണ്. അപ്പൊ നമുക്ക് ഇതിന് എങ്ങനെ തയ്യാറെടുക്കാം? അപ്പൊ ഞാൻ പറഞ്ഞതുപോലെ 250-ലധികം ഒഴിവുകളുണ്ട്. നമുക്ക് മുൻപിൽ 3 വാതിലുകൾ, 3 എക്സാമുകളുണ്ട്. 6 മാസത്തോളം സമയം നമ്മുടെ മുൻപിലുണ്ട്. ഇനി വേണ്ടത് എന്താണ്, ചിട്ടയായ പരിശീലനമാണ് വേണ്ടത്. അപ്പൊ അതിന് നമുക്ക് എന്ത് വേണം, ഒരു ബേസ് ലെവൽ മുതൽ അഡ്വാൻസ്ഡ് ലെവലുള്ള കാര്യങ്ങൾ വരെ പഠിച്ചു പോകേണ്ടതുണ്ട്. കാരണം നമ്മുടെ ഈ കഴിഞ്ഞ എക്സാം നോക്കുകയാണെങ്കിൽ വളരെ ബേസ് ലെവലായ ചോദ്യങ്ങൾ തന്നെയാണ് വന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഒരിക്കലും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങൾ സ്കിപ്പ് ചെയ്യരുത്. കാരണം അടുത്ത എക്സാമിന് എന്ത് ചെയ്യാം, അഡ്വാൻസ് ആയിട്ടുള്ള കാര്യങ്ങൾ കൂടി ഇൻക്ലൂഡ് ചെയ്യുവാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ നമ്മുടെ പഠനം എന്ന് പറയുന്നത് ബേസ് ലെവൽ മുതൽ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങൾ വരെ മനസ്സിലാക്കി പഠിച്ചു പോവുകയാണ് നമുക്ക് വേണ്ടത്. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് നമ്മുടെ CCയിൽ പുതിയ ബാച്ച് ആരംഭിക്കുന്നത്. നമുക്ക് 6 മന്തിന്റെ ബാച്ച് അവൈലബിൾ ആണ്. നമുക്ക് ഏറ്റവും ബേസ് ലെവൽ മുതൽ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങൾ വരെ പഠിച്ചു പോകുവാനായിട്ട് പറ്റുന്ന ഒരു ബാച്ചാണ് നമ്മുടെ 6 മന്ത് ബാച്ച് എന്ന് പറയുന്നത്. അപ്പൊ ഈ ഒരു ബാച്ചിൽ അഡ്മിഷൻ എടുക്കാൻ താല്പര്യമുള്ളവർ എന്ത് ചെയ്യുക, നമ്മുടെ ഈ ഒരു ബോർഡ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അതുപോലെ നമ്മുടെ കമന്റ് ബോക്സിൽ നമ്മൾ എന്തിരിക്കാം, ഒരു ഗൂഗിൾ ഫോം കൊടുത്തിരിക്കാം. അതുവഴി നിങ്ങൾക്ക് നിങ്ങളുടെ അഡ്മിഷൻ ഉറപ്പാക്കുവാനായിട്ട് പറ്റും. ഞാൻ പറഞ്ഞു 250 ഒഴിവുകൾ, അതുപോലെ 6 മാസം സമയം, 3 അവസരങ്ങൾ. ഇപ്പൊ ഒട്ടും സമയം പാഴാക്കാതെ നമ്മൾ എന്ത് ചെയ്യുക, പഠിച്ചു തുടങ്ങണം. അപ്പൊ ഇതുപോലുള്ള യൂസ്ഫുൾ വീഡിയോസിന് നമ്മുടെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. നമുക്ക് മറ്റൊരു വീഡിയോ കാണാം. താങ്ക്